ഓയ് ആള് വലിയ ഗൗരവക്കാരിയാണെന്ന് തോന്നുന്നല്ലോ. ചേട്ടാ ഒരു സോഡ. ചേട്ടാ എത്രയായി? എന്താടാ റോട്ടിൽ കിടന്നാ നിന്റെയൊക്കെ അഭ്യാസം? വേണ്ട വേണ്ട, അതൊക്കെ ബോസ് പറഞ്ഞോളൂ. ഞാൻ മയക്കുമരുന്ന് അടിക്കാൻ തുടങ്ങി. പ്രഷർ കൊണ്ട് ഡോക്ടർ ഉപ്പ് തിന്നാൻ പറഞ്ഞിട്ട് ഉപ്പ് തിന്നാ. എന്താടാ നിനക്ക് മാത്രമേ റോഡ് കിടന്ന പേസം കാണിക്കാൻ പറ്റുള്ളൂ? ദേഹത്തോട്ടുള്ള കളിയൊന്നും വേണ്ട. നിനക്ക് എന്താ വേണ്ടേ? എന്താ കാര്യം? ചേട്ടനിങ്ങ് ഇറങ്ങി വന്നേ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്ത് കാര്യം? എനിക്ക് പോകാൻ തിരക്കുണ്ട്. നിന്നോടുള്ള ഇറങ്ങി ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. എനിക്ക് സൗകര്യം ഇല്ലെന്ന് പറഞ്ഞില്ലേ? നീ നേരത്തെ ഒരു പെണ്ണിന് അശ്ലീല ആംഗ്യം കാണിച്ചില്ലടാ. ഒരു മിനിറ്റ്. പെണ്ണ്? ഏത് പെണ്ണ്? എന്താക്കിയം? നിങ്ങളൊക്കെ എന്താ ചേട്ടന്മാരെ പറയുന്നേ? ഓ നിനക്ക് ആംഗ്യം കാണിച്ചാലേ മനസ്സിലാവില്ലടാ. നീ അവളോട് മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി. ഏതവള്? എന്ത് മാപ്പ്? മാറിയേ? ഓഹോ ഇവളാ. ഇപ്പൊ മനസ്സിലായില്ലേ ചുണയുള്ള പെമ്പിളരുടെ വിളിച്ച എങ്ങനെ ഇരിക്കുന്നു? എന്റെ പൊന്നു പെങ്ങളെ, എന്റെ പൊന്നു ചേട്ടാ, ഈ കുട്ടിയോട് ഞാൻ അശ്ലീലാംഗ്യം കാണിച്ചൊന്നുമല്ല. ആ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കാൻ വേണ്ടി പറഞ്ഞതാ. നിങ്ങളൊന്നും മനസ്സിലാക്ക്. ഇൻഡിക്കേറ്ററാ? നേരത്തെ മെയിൻ റോഡിലേക്ക് കയറുമ്പോ ഈ കുട്ടി റോങ് ഇൻഡിക്കേറ്ററാ കയറിയത്. അത് പോട്ടെ നോക്കാം, ഓഫ് ആക്കോ? അതുമില്ല. നീ എന്ത് സിഗ്നലാ കാണിച്ചേ? മതി മതി മതി. ആണോ? ഈ കുന്ത് ഓടിക്കാൻ അറിയില്ലെങ്കിലേ ഇതെടുത്തോണ്ട് പോകാൻ പാടില്ല. അനിയാ, നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ, ചെറിയൊരു അബദ്ധം, വേറൊന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ? അപ്പൊ ശരി, പോവാ. ഹലോ, അടിയും തന്നെ അങ്ങനെ അങ്ങ് പോയാലോ? മാപ്പ് പറഞ്ഞിട്ട് പോയാ മതി.
തനിയെ പറഞ്ഞല്ലോ ഒരു കയ്യബദ്ധം, സോറി വിട്ടുകളാ. അതിന് മാപ്പ് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞില്ലല്ലോ, നിങ്ങളല്ല പറയേണ്ടത്. ദേ ലവള. ലൈസൻസ് ഉണ്ടെന്ന് കരുതി ഒരു വണ്ടി എടുത്തങ്ങ് ഇറങ്ങിയാൽ പോരാ, അത് പബ്ലിക് റോഡിൽ എങ്ങനെ ഓടിക്കണം എന്ന് കൂടി അറിയണം കേട്ടാ. എന്നാ പിന്നെ നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ഡീലായിക്കോ, നമ്മളങ്ങ് പോയിക്കോട്ടെ. ചേട്ടാ ഒരു സെക്കൻഡ് അവിടെ നിന്നേ. ആ നിങ്ങളെ തന്നെ. ചേട്ടാ ഒരു മാതിരി തെണ്ടിത്തരം കാണിക്കല്ലേ. ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഏത് പാലം? ആ മറ്റേ പെണ്ണേസില്ലേ, അത് ഞാൻ വീട്ടിൽ പറയട്ടെ. അതല്ല എന്തിനാ ഇവിടെ പറയുന്നത്? നമുക്കെല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കിയിട്ട് പോവാം. അതുപോലെ കൊച്ചു കള്ളി. മിസ്റ്റർ വിവേക്. മിസ്റ്റർ വിവേക്, ഈ പ്രശ്നത്തിൽ ഇടപെട്ട ഒരു പ്രമുഖ വ്യക്തി എന്ന നിലയിൽ ഈ പ്രശ്നം രമ്യമായി. അല്ല ഏത് മറ്റേ രമ്യ? അതല്ല, ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കേണ്ട എൻ്റെ ഒരു ആവശ്യമാണ്. ഞങ്ങളുടെ എന്റെ പൊന്നി ഏട്ടാ, എനിക്കിതൊന്നും അല്ല പണി. എന്റെ ഭാഗത്തിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പോരെ? ഓക്കേ മിസ് ശ്രേയ, പ്ലീസ് എങ്ങനെയും ഒന്ന് പറഞ്ഞു ഒതുക്കി തീർന്നു. നമുക്ക് ഇതിൻ്റെ എസ്കേപ്പ് ആവാം. ചെറിയൊരു സോറി, ചെറുത് മതി. എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സോറി. തെറ്റുണ്ടെങ്കിൽ എന്നാ ഉണ്ട്. എന്തായാലും എന്താ, ഞാൻ സോറി പറഞ്ഞില്ലേ. മതി മതി, എനിക്കത് മതി. അപ്പൊ എല്ലാം പറഞ്ഞു കോംപ്ലിമെന്റ്സ് ആയി, എല്ലാവരും വിട്ടോ. ശരി, വാ. ശ്രേയ